ഹലോ ഗൈസ്, അപ്പം ഈ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും. അപ്പം ഈ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്തായാലും അവസാനം വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. അതിൽ ഈ അമ്മൂമ്മയുടെ കൊച്ചുമോളാണ് ഈ ഞാൻ. സോ ഐ എം അഞ്ജന ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തുടരും മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ മൂലം ഞാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് എനിക്ക് വൈറലാവാൻ പറ്റിയില്ല. പക്ഷേ അമ്മൂമ്മ വൈറലായി. ആ ഒരു വീഡിയോ ജസ്റ്റ് ഈ പറഞ്ഞത് പിറ്റേ ദിവസത്തെ റീലായി, ലൈക്കായി, ഷെയറായി, കമൻ്റായി, അങ്ങനെ അമ്മൂമ്മ വൈറലായി. പുതിയ പേരുമായി സ്ലീപ്പർ സെൽ അമ്മൂമ്മ. അമ്മ വീട് വൈക്കത്താണ്. സോ അമ്മൂമ്മ എല്ലാവരും വൈക്കത്തമ്മൂമ്മ വൈക്കത്തമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പേര് ശിവയാനി എന്നാണ്. ഒരു പാട്ടൊക്കെ ഉണ്ട്, മലപ്പുറത്തൊരു ലോറി വന്നു ഡ്രൈവർ ഇല്ലാതെ, വൈക്കത്തമ്മ കഞ്ഞി വെച്ചു വെള്ളമില്ലാതെ. ആ പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമല്ല, ഓടിക്കും. അപ്പോൾ നമുക്ക് അമ്മൂമ്മയുടെ അഭിപ്രായം ചോദിക്കാം. സിനിമ ഉണ്ട്, കുറേ നാളായി, 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അപ്പോൾ വൈക്കത്താണ് അമ്മ താമസിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഓരോ മക്കളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ തുടരും മൂവി കാണാൻ പോയി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം നമുക്ക് വിശദമായിട്ട് ചോദിക്കാം. വൈറലായ ഒരു സെലിബ്രിറ്റി അല്ലേ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അഭിപ്രായം ചോദിക്കാം. അമ്മൂമ്മേ, അമ്മൂ വൈറലായത് അറിഞ്ഞായിരുന്നോ? ഇല്ല. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇനി അത് കാണാൻ ആരുമില്ല, എല്ലാരും കണ്ടു. നമ്മള് കഴിഞ്ഞ ദിവസം സിനിമ കാണാൻ പോയിട്ടില്ലായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം തിയേറ്ററിൽ പോയിരുന്നു കണ്ടപ്പോ എന്ത് തോന്നി? അതും സ്വന്തം മകന്റെ പടം. ഇഷ്ടായിട്ട് തോന്നി, ഇഷ്ടായിട്ട് 1000 മടങ്ങ് ഇഷ്ടായിട്ട് തോന്നി. എന്താ മോഹൻലാലിന് എന്റെ മകനെന്ന് പറയാൻ കാരണം? എനിക്ക് അത്ര ഇഷ്ടാ കൊച്ചിലേ മുതലേ. അപ്പൊ മമ്മൂട്ടിയോ? മമ്മൂട്ടിനെ ഇഷ്ടാണ്, പക്ഷെ മമ്മൂട്ടി എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം. വൈക്കത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എന്റെ നാത്തുവിന്റെ കൂടെ അവനെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി. ഇതൊന്നും എനിക്കറിയത്തില്ല, കഥയൊന്ന് പറയാവോ? ലളിത. അതാരാ? അതെന്റെ നാത്ത്, ചിറ്റപ്പന്റെ മകള്. ഞങ്ങളൊരു തൊട്ടടുത്ത് അപ്പുറം ഇപ്പുറം താമസിക്കുന്നു. അപ്പൊ മമ്മൂട്ടി വരുമ്പോ ഞാൻ ചെല്ലും. ഞാനങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, അവര് വർത്തമാനം പറയണൊക്കെ കേട്ടോണ്ട് നിൽക്കും. പോകുമ്പോ പോവാന്ന് മാത്രം പറയും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം. അങ്ങനെ മമ്മൂട്ടിനെ നമ്മള് നമ്മുടെ സ്വന്തം ഒരു ഇതുപോലെ കണ്ടിട്ട്. മോഹൻലാലിനെ അങ്ങനെ അടുത്ത് കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ സിനിമയിലൊക്കെ അല്ലേ പെരുമാറിയിട്ടുള്ളൂ. അപ്പൊ മമ്മൂട്ടി വീട്ടിൽ വന്നത്തേക്ക് മമ്മൂട്ടിയല്ലേ മകനെന്ന് പറയണ്ട? കൂടുതൽ അല്ല, അതിങ്ങനെ സ്ഥിരം ഇതായിട്ടൊരു നടനെ പോലെ നമ്മൾ കണ്ടുപോയി. പക്ഷെ മോഹൻലാലിനെ അങ്ങനെയല്ല. നമ്മള് കൊച്ചിലേ മുതലേ മോഹൻലാലിനെ മകന്റെ സ്ഥാനത്ത് കണ്ടു, അങ്ങനെ സ്നേഹിച്ച്, അങ്ങനെ സിനിമയൊക്കെ കണ്ട് അത് സ്വന്തം മകനെ പോലെ തന്നെ തോന്നി. മോഹൻലാലിന്റെ പഴയ പടത്തിൽ ഏതാ ഇഷ്ടം, അതോ പുതിയ പടമാണോ ഇഷ്ടം? പഴയ പടങ്ങളായിരുന്നു ഇഷ്ടം. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതൊക്കെ പറയാൻ പറ്റൂല എനിക്ക്, മറവിയൊക്കെ ഉണ്ട് ഒത്തിരി. ചിത്രം, കിലുക്കം, കിന്നാരം, താളവട്ടം, അതൊക്കെ എന്തോരം കണ്ടതാ. ഏതെങ്കിലും സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഈ താളവട്ടം ഒക്കെ കണ്ട് സിനിമയും കണ്ടാ കരയുമായിരുന്നു. കിരീടം, മിക്ക സിനിമ കണ്ടാലും കരഞ്ഞിട്ടേ വെളിയിലിറങ്ങാറുള്ളൂ. പണ്ടെല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുമായിരുന്ന? എല്ലാം കാണുമായിരുന്നു. എന്റെ ഭർത്താവും ഞാനും എന്റെ മക്കളും കൂടി പോയി കാണുമായിരുന്നു. കൊച്ചിലേ മുതലേ പോകുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വൈക്കത്ത് വിജയാക്കൊട്ടക എന്ന് പറഞ്ഞൊരു കൊട്ടകയുണ്ട്. അവിടെയാണ് കാഴ്ച മുഴുവനും. എല്ലാത്തിനും സെക്കൻഡ് ഷോക്കാ പോണേ. അപ്പുറത്തെ ഒരു വീട്ടുകാരും ഞങ്ങളും കൂടിയാ പോണേ. അന്ന് ഇതുപോലെ ടിക്കറ്റിന് ഇത്ര വിലയൊന്നും ഇല്ലായിരുന്നല്ലേ? അന്ന് കൊച്ചു വില, കൊച്ചു ക്ലാസ്സിലേ കയറുള്ളൂ. ചാരുബെഞ്ച് എന്ന് പറഞ്ഞ് ആദ്യം ഫസ്റ്റ് ബെഞ്ച്, അത് കഴിഞ്ഞ് ചാരുബെഞ്ച്, 3ാമതാ കസേര. ചാരുബെഞ്ചിന് കയറും. അതാണ് ഞങ്ങളുടെ ഇരിപ്പടം. പിന്നെ അവര് കിടന്നുറങ്ങും, ഞങ്ങളിരുന്ന് സിനിമയും കാണും. മോഹൻലാലിന്റെ പടം മാത്രമേ പോയി കാണത്തുള്ളൂ? എല്ലാം കാണുമായിരുന്നു. അങ്ങനെ ആദ്യം കണ്ട പടം ഏതാ? ആദ്യം കണ്ടത്? അയ്യോ, അതൊന്നും ഓർക്കാൻ പറ്റില്ല, കൊച്ചിലേ കണ്ടതല്ലേ. നസീറിന്റെ പടമൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? ഓഹോ, നസീർ, മധു,
മോഹൻലാലൊക്കെ കുറെ ആയുള്ളു കാണാൻ തുടങ്ങിയിട്ട്. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ടൈറ്റാനിക് പോയി കണ്ടിട്ടുണ്ടെന്ന് തിയേറ്ററിൽ, അങ്ങനെ ഉണ്ടോ? ആ പിന്നെ ഒറ്റ സിനിമ പോലും വെറുതെ വിട്ടില്ല. പന്നല്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എല്ലാ ചൊവ്വാഴ്ചയും പോകും. എത്ര കണ്ടാലും മതി വരൂല സിനിമയെന്ന് പറഞ്ഞൊരു സംഭവം. അങ്ങനെ എന്നും പോകാറുണ്ട്. എന്നിട്ട് ഇപ്പോഴും സിനിമയൊക്കെ കാണാറുണ്ട്? ഇപ്പോഴും ഇഷ്ടാ. ടിവിയിൽ വരുന്നതെല്ലാം കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊട്ടകയിലും പോയി കാണും. വല്ലപ്പോഴൊക്കെ കൊട്ടകയിൽ പോകാറുള്ളൂ. മോഹൻലാലിന്റെ പുതിയ പടങ്ങളൊക്കെ കാണാറുണ്ടോ? 2-3 കണ്ടു. എന്നിട്ട് ഈ പടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവായിട്ട് തോന്നിയോ? അയ്യോ, അതൊരു ഒരു വഞ്ചതി പോലെ തോന്നിപ്പോയി. ആദ്യം വലിയ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ അങ്ങോട്ടായപ്പോഴത്തേക്കും കരച്ചിലും വന്ന് എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ മേലാത്തൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിപ്പോയി. ലാസ്റ്റ് ആയപ്പോ തീരെ പറ്റിപ്പോയി. അതാണ്. എന്നിട്ട് കരഞ്ഞോ? കരഞ്ഞൊന്നും കരഞ്ഞില്ലെന്നും മകനെ അടിച്ചിരിപ്പുണ്ട്. കരയാനും മേലെ കരയാതിരിക്കാനും മേലാത്ത പരിവായിപ്പോയി. എന്നിട്ട് കരഞ്ഞു ഇച്ചിരി, കുനിഞ്ഞിരുന്നോണ്ട് ശകലം കരഞ്ഞു. എന്താ ഈ സിനിമ കണ്ടിട്ട് എന്താ മനസ്സിൽ തങ്ങിയ ഒരു ഇതെന്തായിരുന്നു? മനസ്സിൽ തങ്ങിയത് ലാസ്റ്റ് അവനാ മറ്റവരെ കൊന്നേച്ചും പോയി ആ വെള്ളത്തിൽ മഴയിൽ നനഞ്ഞിരിക്കണ കണ്ടിട്ട് ചങ്ക് തകർന്നു പോയി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യല്ലേ അതിനകത്ത് വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലനൊരു മഹാബാലാത്തതായി, അതൊരു ബുദ്ധിമുട്ടും തോന്നി. ആണോ? വില്ലനെ ശരിക്കും നമുക്ക് എടുത്തിട്ടടിക്കാൻ തോന്നിയില്ലേ? അതില് രണ്ടാമത് അഭിനയിച്ച വില്ലൻ മറ്റേ പപ്പു ഇല്ലേ, പപ്പുവിന്റെ മോനായിരുന്നു. മകനെ എനിക്ക് കണ്ണിനൊരു മണിക്കണ്ടുകൂടാണ്ടായിട്ട് അവനെ എന്റെ കയ്യിലേക്ക് കിട്ടി. അപ്പൊ ഞാൻ പിടിച്ച് പിച്ചി ചീന്തു അതേ പരുവത്തിലായിപ്പോയി. അപ്പൊ നമുക്ക് അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. ശരിയായിരിക്കാം. പക്ഷെ കുറെ നാളുകൂടിയാണ് ഇപ്പൊ ഒരു സിനിമ കണ്ടത്. സന്തോഷായില്ലേ? സന്തോഷായി. എന്നെ വിളിക്കണ എന്റെ മകൻ എല്ലാ പടത്തിനും അവര് പോകും, ഭാര്യയും ഭർത്താവും മകനും കൂടി തലയോലപ്പറമ്പില്. പക്ഷെ ഞാൻ ഇവിടെ ഈ TV കണ്ടോണ്ട് ഇവിടെ കുത്തിയിരിക്കും. ഇത് ഞാൻ പോണില്ലെന്നാ പറഞ്ഞതാ. പിന്നെയും ഞാൻ പോകാന്ന് വിചാരിച്ചു. പിന്നെയും വന്നില്ല നിങ്ങള് പൊക്കോളാൻ പറഞ്ഞതാ. പിന്നെ മോഹൻലാലിന്റെ ആണെന്ന് പറഞ്ഞപ്പോ അമ്മ കൊറേ നിർബന്ധിച്ചു, ഒത്തിരി നിർബന്ധിച്ചു. അതുകൊണ്ട് എന്താ ഇപ്പൊ വൈറലായില്ലേ? ഇനി ഈ വീഡിയോ കാണാൻ ആരുമില്ല. ഒരുപാട് ലൈക്കും ഒരുപാട് ഷെയറും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഷെയർ ചെയ്ത് മോഹൻലാലിനൊക്കെ അടുത്തെത്തിയ മോഹൻലാൽ ഇതുപോലെ വീട്ടിൽ വരും കാണാൻ. അയ്യോ, നമ്മളെ വീട്ടിലേക്കൊക്കെ ആര് വരാനാ? പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഷെയർ ചെയ്ത് ഒരുപാട് സിനിമാ നടന്മാര് വന്ന ചരിത്രമൊക്കെ നേരത്തെ ഉണ്ട്. പണ്ടൊക്കെ വന്നിട്ടുണ്ട് മമ്മൂട്ടി ഇഷ്ടം പോലെ. അന്ന് സിനിമയിൽ മമ്മൂട്ടി ആയിട്ടില്ല. മമ്മൂട്ടി നാടകം അഭിനയിച്ച് നടക്കുക. മമ്മൂട്ടി എന്റെ ഇളയ നാത്തൂനും കൂടി. എന്റെ ചിറ്റപ്പന്റെ മകളി ലളിതയും മമ്മൂട്ടിയും കൂടി അഭിനയിച്ചു നടന്നു. ഒത്തിരി നാടകം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് പുതിയ അറിവാ, നമ്മൾ ആരും ഇതിനെ പറ്റി കേട്ടിട്ടില്ല. അവരെന്റെ വീട്ടിൽ വരുമായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലും അവിടെ കാണാൻ, ചിറ്റപ്പന്റെ വീട്ടിൽ. ഞങ്ങളുടെ വീട് അപ്പുറേ ഇപ്പുറയാ. അപ്പൊ ഇവര് വരുമ്പോ ഞങ്ങള് ചെല്ലും കാണാൻ. എന്നോട് മിണ്ടുവൊന്നുമില്ല, ഞാൻ മാറി നിൽക്കുള്ളൂ. എന്നാലും കാണും. എന്നാലും ദൂരെ നിന്ന് കാണാൻ പറ്റില്ല, അടുത്ത് തന്നെ. ഇത്രയും വലിയൊരു നാടാണ് അടുത്ത് നിന്ന് കാണാൻ പറ്റാന്ന് പറഞ്ഞത് എന്നും മിക്കപ്പോഴും. അത് ഞങ്ങളുടെ നാട്ടുകാരനല്ലേ, ചെമ്പിക്കാരനല്ലേ. അന്നൊക്കെ അവിടെയാ താമസിച്ചിരുന്നത്. ഇപ്പഴാ മാറിയത്. ഇതിനിടയ്ക്കുണ്ടല്ലോ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചില്ലേ ഈ പ്രായത്തിലാണോ സിനിമ കാണുന്നത്? അപ്പൊ അമ്മ തിരിച്ചു കൊടുത്തായിരുന്നു. സിനിമ കാണാൻ പ്രായമൊക്കെ ഉണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. സിനിമ കാണാൻ ഒരു പ്രായവും ഇല്ല. എന്തായാലും നല്ലൊരു ഇതായിരുന്നു. ഇതിനി ഷെയർ ചെയ്ത് മോഹൻലാലിന്റെ അടുക്ക് എത്തട്ടെ, എല്ലാരും കാണട്ടെ. അപ്പൊ ശരി. ശങ്കര കാണാൻ വന്നാണോ ഈ പ്രായത്തിലല്ലേ? പ്രായം അത് തന്നെ. ഞാനോട് അത്ര ഇഷ്ടമാണോ? ഞങ്ങളുടെ എന്റെ മകനാ.